കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ആദ്യ ഘട്ടം ആസക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതാണ്. പ്രത്യേകിച്ച് മദ്യപാന ആസക്തികളിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തികളിൽ നിന്ന്. കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ആദ്യഘട്ടം നമ്മളെ കൃപ ആർജിക്കാൻ സഹായിക്കുന്നതാണ്. ആദിമകാലങ്ങളിലെ സഭയുടെ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ തന്നെയുള്ളതാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന മുമ്പ് നിങ്ങളെ ചോദിക്കും, നിങ്ങളെ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അപ്പോൾ പൈശാചികമായ ബന്ധനങ്ങൾ ആത്മാവിനെ അടിമപ്പെടുത്തുകയും ആത്മാവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുകയും വരപ്രസാദം നഷ്ടപ്പെടുത്തുകയും ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസവിരുദ്ധമായ പ്രണയബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാ സാഹചര്യം പിശാചിനെ ഉപേക്ഷിക്കുന്ന ചോദിക്കും. നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്താൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നവരും ചോദിക്കും, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ സകല ആർഭാടങ്ങളെന്ന് പറയുന്നത് ലോകാരൂപിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കുന്നുവോ എന്നാണ്. അപ്പോൾ യേസ് ആമീൻ 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 എന്ന് പറയും. പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, തിന്മയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ നേടാനുള്ള കൊതിയോടുകൂടി യേസ് ആമീൻ ആമീൻ എന്ന് പറയും. അങ്ങനെ ആവേശത്തോടു കൂടി പറയണം. അങ്ങനെ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ട് പിശാചിനെ ഉപേക്ഷിക്കാൻ നമുക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. മദ്യപിക്കുന്നവർ മാത്രം കൈപൊക്കുക. കള്ളത്തരൊന്നും കാണിക്കരുത്. കർത്താവിൻ്റെ മുമ്പിലാണ് അത് ഇരട്ടി ദുഃഖം. നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. കാര്യം നിങ്ങൾ മദ്യപിക്കുന്നവരാകുകയും ഇവിടെ അത് ഉപേക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ, പണ്ട് എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് നീരും വലിച്ച് ആശുപത്രി കിടക്കുമ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഇത് പറയേണ്ടി വരും അവസാനം. പണ്ട് കർത്താവിൻ്റെ മുമ്പിൽ അനുദപിക്കാൻ അവസരം ഉണ്ടായിട്ട് ഞാൻ കള്ളത്തരം കാണിച്ച കൂട്ടത്തിൽ നല്ല മുഖവും ചോഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തായി ഇന്ന് അനുഭവിക്കണമെന്ന്. ആവശ്യമില്ലാത്ത പണിക്ക് ദൈവത്തിനെ കെട്ടിയെടുക്കരുത്. കൈ പൊക്കുന്ന മക്കൾ ആത്മാർത്ഥമുള്ളവർ കൈ എഴുന്നേൽക്കുക. അവിടുന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇവിടെ ലൈൻ ചെയ്ത് നിൽക്കുക. തെക്കോട്ട് ദർശനമായിട്ട് നിൽക്കണം. അങ്ങോട്ട് മുട്ടാതെ നിൽക്കും മക്കളെ, അകന്ന് നിൽക്കും. ഇനിയും ഇതിൽ മദ്യപിക്കുന്നവരുണ്ട്. ദയവായിട്ട് എഴുന്നേറ്റ് ലൈനിൽ നിൽക്കണം. കർത്താവ് നമുക്ക് തരുന്നൊരു അവസരമാണിത്. രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ അവസരം. ഇതെങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ആപത്ത് സംഭവിക്കും, അപകടം സംഭവിക്കും, എനിക്ക് നിരാശ സങ്കടം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കാരണം അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ദൈവമേ എന്നും നീ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. നിൽക്കുക. മറ്റുള്ളവരിയ്ക്കണം. ഞങ്ങൾ ഇവിടെ ശിരസ് കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവളുടെ രക്തത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന മദ്യപാന ആസക്തികളെ ഈശോയുടെ വിശുദ്ധ രക്തത്താൽ, ആത്മീയ രക്തത്താൽ നിർവീര്യമാക്കുകയും ആസക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. അതിനുശേഷം ഇവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കും. തൂങ്ങപ്പെട്ട രൂപവും എവങ്കേലിയും കൊടുത്തിട്ട് ഈ വിശുദ്ധ കുരിശിനാലും എവങ്കേലിയാലും സാക്ഷിയാക്കി ഈശോയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരണം വരെ മദ്യപിക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യും അവർ. ആ സമയത്ത് നിങ്ങൾ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥിക്കണം. അവരോടെല്ലാം ഈ നിൽക്കുന്നതെല്ലാം ഓരോ കുടുംബങ്ങളാണ്. ഇത്രയും കുടുംബങ്ങൾ 10-25 കുടുംബങ്ങൾ നിൽക്കുക. അവർ രക്ഷപ്പെടാൻ പോവുക. അവർക്ക് കൃപാഭിഷേകം ഉണ്ടാകാനും പോകുന്നു. അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും എല്ലാം ഇതിനാലെ രക്ഷപ്പെടുക. കർത്താവ് മഹത്വപ്പെടുകയും കർത്താവിൻ്റെ മഹത്വം കൃപയായി നമുക്ക് ലഭിക്കുകയും ചെയ്യാൻ പോകുന്ന എത്രയും ലളിതമായ, ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും കാര്യക്ഷമമായ ശുശ്രൂഷയാണിത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ
സ്ത്രീകൾ ധ്യാനം കൂടുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളുടെ അപ്പനോ ആങ്ങളെയോ ആരോ ഒക്കെ തിന്മയും മദ്യത്തിൻ്റെ വലിയ തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ പ്രാർത്ഥന 3 തപസ് ധ്യാനം കൂടി 3 ദിവസം ഉപവസിച്ച് 3 ആരാധന 3 കുർബാന 3 ഒരു അഖണ്ഡജപമാല അത്രയും നടത്തിയ നമ്മളിവിടെ ഇരിക്കണം. പവറിലിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, അപ്പോൾ അവർ രക്ഷപ്പെടും. ആ രോഗികളായാലും ശരി മദ്യപാനികളായാലും ശരി അവരെ ഓർത്താണ് ഇരിക്കണവർ പ്രാർത്ഥിക്കേണ്ടത്. ശ്രുതിയുടെ ഹല്ലേലൂയ. ജീവിത തടസ്സങ്ങളാണ്, അതിനെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന. കർത്താവിൻ്റെ പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. കർത്താവിൻ്റെ പ്രത്യേകമായ കൃപയാൽ ഈ ആരാധന അതിനെല്ലാം ശാസിച്ച് മാറ്റുന്ന ദൈവിക ശാസന പ്രാർത്ഥനയാണ് എൻ്റെ കൂടെ നടക്കുന്നത്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, കടകമ്പോളങ്ങളും വരുമാന മാർഗങ്ങളും മുട്ടിപ്പോയവർ, എങ്ങനെ എന്ത് എടുത്ത് എന്നോട് ചേച്ചി പറഞ്ഞു എനിക്ക് ജീവിക്കാൻ പേടിയാകണച്ചാന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ ആരാധനയെ പ്രാർത്ഥിക്കാം അവർക്ക് ശക്തി കിട്ടാൻ വേണ്ടി. അങ്ങനെ ജീവിക്കാൻ പേടിയുള്ള മക്കളുണ്ട് ഒത്തിരി പേര്. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഓർക്കുമ്പോൾ, കുടുംബത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള തകർച്ചകൾ കാണുമ്പോൾ കൈയും കായം തളർന്ന് അങ്ങ് അവസാനിച്ച് പോയെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന് ചിന്തിക്കുന്ന രീതി മനസ്സിടിഞ്ഞു പോയവരുണ്ട്. അവർക്കെല്ലാം ശക്തിയുടെ സമയമാണിത്. സ്തുതിക്കട്ടെ ആശീർവാദ റാമി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 മഹത്വം 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 ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം 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 ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുക. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കരളിനെ സുഖപ്പെടുത്തണമേ, കരളിനെ സുഖപ്പെടുത്തിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കരളിനെ സുഖപ്പെടുത്തണമേ, കരളിനെ സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി കരളിലേക്ക്, കരളിലേക്ക്, ഹൃദയത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക്, കുടലിലേക്ക്, കുടലിലേക്ക്, ആമാശയത്തിലേക്ക്, ആമാശയത്തിലേക്ക്, മൂത്രാശയത്തിലേക്ക്, മൂത്രാശയത്തിലേക്ക്, ഗർഭാശയത്തിലേക്ക്, ഗർഭാശയത്തിലേക്ക്, എല്ലാ രോഗങ്ങളുടെയും കർത്താവിന്റെ ശക്തി അധിവസിക്കട്ടെ. പ്രസ്തുതിക ദൈവത്തിന്റെ ശക്തി കൃപയാൽ അഭിഷേകമാകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നെഞ്ചുവേദനയും നെഞ്ചുവേദനയും മുതുകിലെ നീരും മുതുകിലെ നീരും നടുവിന്റെ വേദനയും നടുവിലിന്റെ വേദനയും നടുവേദനയും കിഡ്നി രോഗങ്ങളും കിഡ്നി രോഗങ്ങളും യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ ഈ രക്തത്താൽ നിമിഷം കഴുകപ്പെടട്ടെ. കഴുകപ്പെടട്ടെ. നടുവേദനകള് ഈ നടുവേദനകള് നിമിഷം യേശുവിന്റെ രക്തത്താൽ സൗഖ്യമാകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഗ്ലോറിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അസ്ഥി രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രക്തസ്രാവ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇരിക്കാൻ പറ്റാത്തവരെ, കിടക്കാൻ പറ്റാത്തവരെ, ഉറക്കം വരാത്തവരെ, പ്രഷർ രോഗികളെ, തലക്കീടുള്ളവരെ, തലക്ക് ഭ്രമമുള്ളവരെ, ഉറക്കം നഷ്ടപ്പെട്ടവരെ, പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സ്തോത്രം. യേശു നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ത്വക്ക്
രോഗികളെ, ചിരങ്ങുകള്, ചൊറികള്, ചുണങ്ങുകള്, അലർജികള് യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ ഓരോ രോഗങ്ങളെ ഈശോയുടെ നാമത്തിൽ കഴുകി മാറ്റപ്പെടട്ടെ. കർത്താവേ, വേദനയുള്ളവരെ, വലിയുള്ളവരെ, ശ്വാസമുട്ടുള്ളവരെ, രോഗികള്, മൂത്രാശയത്തില് മുഴയുള്ളവര്, നെഞ്ചുവേദനക്കാര്, തൊണ്ടവേദനക്കാര്, തൈറോയ്ഡ് രോഗികള്, ടോൺസിലൈറ്റ് രോഗികള്, ഈശോയെ എല്ലാ അവയവങ്ങൾക്കും വീക്കമുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ഈശോയുടെ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് കൊടുക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. തലക്ക് ഭാരം, അതുപോലെ തന്നെ ചില മരുന്ന് കഴിച്ചതിൻ്റെ പേരിൽ താടിക്കും, അതുപോലെ കഴുത്തിനും നെഞ്ചിനും കഴുത്തിനും പിൻകഴുത്തിനുമൊക്കെ ഇങ്ങനെ ടയർ പോലെ മാംസം ചാടി നിൽക്കുന്ന അവസ്ഥ, മേധസ്സുകൾ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികളുടെ നീരുള്ള കൈ കൊണ്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്, ഇടത് കൈ കക്ഷത്തിൽ ചേർത്ത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കക്ഷത്ത് വേറെ ചെറിയ മുഴയുണ്ട്. ഈ രണ്ട് വ്യക്തികളെ ചിലപ്പോൾ അമ്മുമ്മയായിരിക്കും, കുഞ്ഞുമായിരിക്കും. കുഞ്ഞിനധികം പ്രായവും വളരെ കുഞ്ഞാവും. അതിൻ്റെ കക്ഷത്തെ മുഴയും അതിൻ്റെ വലത് കക്ഷത്തെ മുഴ. അമ്മുമ്മയുടെ ഇടത് കയ്യിലാണ് നീര്. കൈ ഉയർത്തിയെടുക്കുന്ന കൈ രണ്ട് ഈ കുഞ്ഞിനെ അമ്മനെ ഈശോ സുഖപ്പെടുത്തുക. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. വീട്ടിലുള്ള വിഷയമാണ്. മത്സ്യം കിട്ടുന്നില്ല എന്ന് ഓർത്ത് കുടുംബത്തിൻ്റെ വള്ളമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പണിക്കാരായിരിക്കും വിഷമിക്കുന്നത്. അവർക്ക് വൻമീൻ കിട്ടിയിട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കും. അത് വരുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ തീരുമെന്ന് ഈശോ പറയുന്നു. ഞവണി പോലെയുള്ള ചില ഷെല്ല് ഫിഷുകളെ കാണിക്കുകയും സാധാരണ കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ രോഗികളെ സുഖപ്പെടുമ്പോഴാണ് അങ്ങനെ കാണിക്കുന്നത്. ശ്വാസത്തെ കെട്ടിയിരിക്കുന്നവരെ കർത്താവ് ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തണം. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, ഉള്ള സ്ഥലം ഭാഗിച്ച് വീതിച്ചും കിട്ടാത്തവരുണ്ട്, കിട്ടിയ സ്ഥലത്തിൻ്റെ കുരുക്കുകൾ അഴിയാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ട്, ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, ഉള്ള ജോലി കൊണ്ട് സമ്പത്ത് കയറി കടം കയറി വിഷമിക്കുന്നവരുണ്ട്. ഈ ജോലി ഇട്ട് കളഞ്ഞാൽ വേറെ എന്ത് ജോലി ചെയ്യും എന്നറിയാൻ വളരെ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളാൽ ഒരു മാർഗവും കാണാതെ വിഷമിക്കുന്നവർക്ക് വലിയ കടങ്ങള് പരിഹരിക്കാനുള്ള പോംവഴികൾ പോലും ഇല്ലാത്തവർക്ക് കർത്താവേ, ഈ നിമിഷം വഴിയും സത്യവും ജീവനുമായവനെ വഴികാട്ടി നൽകണമേ. കർത്താവേ, കടകമ്പോളങ്ങള് പൂട്ടിക്കിടക്കുന്നവരെ തുറന്ന് പ്രവർത്തിക്കാൻ ജീവിതമാർഗം വരുമാന മാർഗം ലഭ്യമായ മറ്റു മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ,
വയറ് വന്നിട്ട് ഇങ്ങനെ അരിച്ചാക്ക്, ചെറിയ അരിച്ചാക്ക് പോലെ ഇരിക്കും, വെള്ളം നിറയും, അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞിട്ടിരിക്കും. അപ്പം അതെങ്ങനെ മരുന്ന് കഴിച്ചാലും അത്രയും ഒരു ചില സമയത്ത് ഇങ്ങനെ നീര് കെട്ടി വരും. ആ വയറിനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ടെസ്റ്റുകൾ, ഇന്റർവ്യൂകൾ, ഉപരിപഠനങ്ങൾ, പഠനം കുറച്ചു പോയവർ, നടന്നു നിന്ന് പോയവർ, പല ടെസ്റ്റിന് ഇൻ്റർവ്യൂവിനും പോയിട്ട് കിട്ടാതെ മടങ്ങിയവർ, ടെസ്റ്റുകൾ റിസൾട്ട് വരാനിരിക്കുന്നവർ, ആ മേഖലകളെ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ അടുത്ത പഠനത്തിനോ ജോലിക്കോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കുഴങ്ങുന്നവർ, ഈ ജീവൽ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കണം. യഥാർത്ഥ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുക, അല്ലാത്തൊരു മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയ സമയമാണ്. കർത്താവ് വെളിപ്പെടുത്തി അനുഗ്രഹിക്കാൻ പോകുന്ന മേഖല അടയാളപ്പെടുത്തിയാണ് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, ടെസ്റ്റ് എഴുതിയവരെ, ജയിച്ചവരെ, തോറ്റവരെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരെ, കർത്താവേ, പല ടെസ്റ്റുകളും പ്രതീക്ഷിക്കുന്നവരെ, ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്നവരെ, തടസ്സം വന്നത് ഈശോയെ, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളെ, എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകള്, ഇന്റർവ്യൂകള്, യോഗ്യതാ പരീക്ഷകള് എഴുതിയവര്, എഴുതാൻ പോകുന്നവര് യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. തുടയുടെ മുട്ടിന്റെ മുകളിൽ തുടയില് ഒരു ഞരമ്പ് പിടച്ചിരുന്നിട്ട് പൊട്ടി ഒലിക്കണ പോലെ തോന്നും. പക്ഷെ എന്തോ ഒഴുകുന്നത് പോലെ തോന്നും, പക്ഷെ ഒന്നും ഒഴുകണില്ല. പക്ഷേ എന്തോ ഞരമ്പിൻ്റെ ഒരു പിടുത്തം അതിന് കെട്ടിയിരിക്കുന്ന തടസ്സമാണ്. കർത്താവ് ആ വലത് തുടയുടെ അകവശത്ത് നിന്ന് താഴേക്കുള്ള ഞരമ്പുകളെ കർത്താവ് സുഖപ്പെടുത്തണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തവര്, കള്ളക്കേസിൽ അകപ്പെട്ടവര്, കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ ഉള്ളവര്, തിരിച്ചു കിട്ടാത്തവര്, വസ്തുക്കൾ കാണാതെ പോയി നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഭൗതികമായ വേദന അനുഭവിക്കുന്നവർ, അച്ഛനോട് ചേർന്ന് എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, നഷ്ടപ്പെട്ട വസ്തുക്കള്, പ്രമാണങ്ങള്, ഭാഗോടമ്പടികള്, കർത്താവേ, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, തർക്കപ്പുരയിടത്തിന്റെ സങ്കടം അനുഭവിക്കുന്നവര്, കള്ളക്കേസില് അകപ്പെട്ടവര്, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. കഞ്ചാവിനകപ്പെട്ട മക്കള്, നിർബന്ധ ബുദ്ധിക്കാര്, പിടിവാശികള്, പരീക്ഷയ്ക്ക് പഠിക്കാത്തവർ, എപ്പോഴും മൊബൈലുമായിട്ടിരിക്കുന്നവർ, വീഡിയോ പ്ലേ കാണുന്നവർ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രുതികടി ആശ്ചര്യരാമി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൗനമായിരിക്കുക. കർത്താവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ കൃപാഭിഷേക ആരാധനയാകും.
പ്രിസ്ല എഴുന്നേൽക്കുക. പുരുഷന്മാർ സ്ത്രീകളെ മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. നമ്മൾ കൃപാഭിഷേകത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, പിതാവ് ശക്തിയാണ്, പിതാവ് ദൈവം ശക്തിയാണ്. മത്തായി 26:64 പുത്രനായ ദൈവം ശക്തിയാണ്, യേശുക്രിസ്തു ജ്ഞാനവും, ദൈവത്തിന് ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊരിന്ത്യർ 1:24. പരിശുദ്ധാത്മാവ് ദൈവം ശക്തിയാണ്, അത്യന്ത ശക്തി. ലൂക്കാ 1:35. ശക്തിയായ ദൈവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ശക്തി ശരീരമണ്ഡലത്തിൽ വരുമ്പോൾ സൗഖ്യമായി മാറും, ജീവിതമണ്ഡലത്തിൽ വരുമ്പോൾ അനുഗ്രഹമായി മാറും, ആത്മാവിലേക്ക് വരുമ്പോൾ കൃപയായി മാറും. ആ അഭിഷേകമായി ഇപ്പോൾ നടക്കുന്നത്. 2 കൈകളും വിടർത്തി വെക്കുക. കർത്താവായ ദൈവമേ, എന്റെ പാവപ്പെട്ട കൈകളിലേക്ക് വിശുദ്ധ രക്തം തളിച്ചു തരണമേ. എന്റെ കയ്യെ വിശുദ്ധീകരിക്കണമേ. എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലെ ഈ കൈകൾ വെക്കുമ്പോൾ അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ആ മകനിലെ അനുഗ്രഹമായി, സൗഖ്യമായി, കൃപയായി അനുഭവേദ്യമാകുവാൻ കൃപ നൽകണമേ. പ്രാർത്ഥനാ പങ്കാളി കിട്ടാത്തവർ കൈപൊക്കിക്ക്. പ്രാർത്ഥിക്കാൻ വേണ്ടി പങ്കാളിയെ കിട്ടാത്തവര് ആരുമില്ല. സന്തോഷം. 2 കൈകളും അച്ഛൻ പറയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രാർത്ഥന പങ്കാളി ശിരസിൽ വെച്ച് അച്ഛൻ പറയുമ്പോൾ സ്തുതിക്കാൻ തുടങ്ങണം. സ്തുതിച്ച് കയറി അത് നേരത്തെ സംഭവിച്ച പോലെ ഭാഷാവരത്തിലേക്ക് പോകണം. കൂടെ സ്തുതിക്കുമ്പോൾ ഭാഷാവരം താനേ കർത്താവ് തന്നുള്ളൂ. അപ്പോഴച്ഛനെല്ലാം ഓരോ വചനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവിക ശാസന അഭിഷേക പ്രാർത്ഥന ചെല്ലുമ്പോൾ അടിപ്പിണർ പോലെ ചിലക്ക് കറണ്ടടിക്കണ പോലെ തോന്നും, ചിലക്ക് ശക്തി കിട്ടണ പോലെ തോന്നും, ചിലക്ക് മാതാവിന് ദർശനം കാണും, ചിലപ്പോൾ ഈശോനെ ദർശനം കാണും, ചിലർക്ക് രോഗങ്ങൾ പൂർണ്ണവും വിട്ടുമാറും, ചിലർക്ക് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിട്ടുമാറും, ചിലർക്ക് ദൈവിക ശക്തി, വളരെ ആന്തരിക സന്തോഷം കിട്ടും. അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. 2 കൈകളും ശിരസിൽ വെച്ചുകൊണ്ട് പരസ്പരം ശിരസിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചെയ്യണം. ഈശോ അടിപ്പിണർ പോലെ ദൈവത്തിൻ്റെ ശക്തി, അടിപ്പിണർ പോലെ ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് പായിക്കട്ടെ. ഒന്ന് കൊരിന്ത്യർ 1:24 പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തുവിൻ്റെ ശക്തി പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 1:35 അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് മക്കൾ ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് സാഹചര്യത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ട്. 1 പത്രോസ് 5:5 പ്രാർത്ഥിക്കുന്നു. എളിമപ്പെടുന്നവന് കർത്താവ് കൃപ നൽകുന്നു. യാക്കോബ് 4:6 പ്രാർത്ഥിക്കുന്നു. വിനയപ്പെടുന്നവന് കർത്താവ് കൃപ കൊടുക്കുന്നു. 1 കൊരിന്ത്യൻസ് 15:10 പ്രാർത്ഥിക്കുന്നു. ഞാനേറെ എല്ലാവരെക്കാളും അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവകൃപ
ദൈവകൃപയാൽ അധ്വാനിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ, പ്രേക്ഷിത പ്രവർത്തനത്തിനായുള്ള ദൈവത്തിൻ്റെ കൃപ. റോമ 14:16 പ്രാർത്ഥിക്കുന്നു. നടപടി 14:15 പ്രാർത്ഥിക്കുന്നു. അന്ത്യക്കൽ വെച്ചാണ് ഈ പ്രവർത്തനത്തിൽ ദൈവകൃപ ലഭിച്ചത്. കർത്താവേ, കൃപ കൊടുക്കണമേ, പ്രവർത്തിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഈശോ, പ്രവർത്തിക്കാനുള്ള കൃപ കൊടുക്കണമേ, പ്രേക്ഷിതരാക്കി മാറ്റണമേ. ആരെ ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ച കർത്താവേ, ആത്മാക്കളെ വീണ്ടെടുക്കാൻ, ഈ മക്കൾക്ക് വേണ്ടി മിഷനറി ചൈതന്യത്തോടെ പോകാൻ മക്കളെ സഹായിക്കണമേ. യേശുവേ സ്വസ്ഥം. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. The fire fingers soak with the precious blood. Lord Jesus Christ, pour out His Spirit. The fire finger soak with the precious blood. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire finger soak with the precious blood. Lord, infuse His Spirit. Lord, infuse His Spirit. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire finger soak with the precious blood. Lord, infuse His Spirit. Lord, infuse His Spirit of power and grace. ഭാഷാപര പുസ്തകങ്ങളെ
ഇരിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം മൗനമായി ഇരിക്കുക. എണ്ണ ഒഴുകി വീഴുന്ന പോലെ കണ്ടവരുണ്ട്. വൈദ്യാഘാതം ഏറ്റതുപോലെ തോന്നി, അടിപ്പിണർ പോലെ തോന്നിയവരുണ്ട്. എന്ത് പെരുത്ത് കയറി വരുന്ന പോലെ തോന്നിയവരുണ്ടാകും. മാതാവിനെ കണ്ടവരുണ്ടാകും. നല്ല മഞ്ഞ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചവരുണ്ടാകും. മഴ പെയ്യുകയോ മഞ്ഞ് പെയ്യുകയോ ചെയ്യുന്നവരുണ്ടാകും. ഇതെല്ലാം പരിശുദ്ധാത്മാവിന് നിറവായിട്ട് സാധാരണ ആരാധന സമൂഹത്തിലേക്കുള്ള ഈശ്വര ഇടപെടലുകൾ ജനം അനുഭവിക്കുന്ന രീതികളാണ്. ഒന്നുമില്ലാതെയും ദൈവാനുഭവം നമുക്കുണ്ടാകും. നിങ്ങൾ കിട്ടിയ അനുഭവങ്ങളെ സാക്ഷ്യം പറയുമ്പോൾ അതിനെ കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ്. നമുക്ക് കിട്ടിയ നമ്മളിൽ ദൈവം സ്പർശിച്ചു. ചിലപ്പോൾ കടങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇപ്പോഴും ആന്തരികമായി നല്ല ബോധ്യം കിട്ടി, അഭിഷേകം കിട്ടി. സർപ്പത്തെ കയ്യിലെടുത്താലും ഒന്നും ഉപദ്രവിക്കത്തില്ലെന്നുള്ള ആന്തരിക ബോധ്യം കിട്ടി. അതുതന്നെ ഏറ്റവും വലിയ ആത്മാഭിഷേകം. അപ്പോൾ ആ ബോധ്യങ്ങളെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. ഈ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൻ്റെ സാക്ഷ്യങ്ങൾ അഭിഷേക സാക്ഷ്യങ്ങളായിരിക്കും കൂടുതൽ. പ്രബോധന സാക്ഷ്യങ്ങൾ, ആന്തരിക പ്രാർത്ഥനാ ആത്മീയ ബോധ്യങ്ങൾ, അതുപോലെ തന്നെ അഭിഷേകം. ഇപ്പോൾ ചില കാര്യങ്ങൾ ഒത്തിരി പേടിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ. ഉദാഹരണത്തിന് കടം, അല്ലെങ്കിൽ വീടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്ത അവസ്ഥ, രോഗം. പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛന് കിട്ടിയ പോലെ വല്ലാത്തൊരു ആന്തരിക ഉറപ്പ്, എന്തും നേരിടാനുള്ള ഒരു ധൈര്യം, കർത്താവ് കൂടെയുണ്ടെന്ന് ഉള്ളതിൻ്റെ തെളിവാണത്. അഭിഷേകം കിട്ടിയതിൻ്റെ ഓർമ്മയാണ്. കാര്യം നമ്മുടെ മറ്റ് ധ്യാനങ്ങൾ പോലെയല്ല ഇത്. കൃപാഭിഷേകമായത് കാരണം കൃപ അഭിഷേകമായിട്ട് നമുക്ക് കിട്ടണത്. ചിലപ്പോൾ നിനക്ക് കുട്ടികൾ, ചിലപ്പോൾ 10 മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരു ആളിന് ചിലപ്പോൾ മരണം വരെ മക്കളുണ്ടാവത്തില്ല. പക്ഷെ 9 പേർക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ 9 പേർക്കുള്ളതിനേക്കാൾ ഇരട്ടി സന്തോഷം ഈ വ്യക്തിക്ക് കൊടുത്ത് കർത്താവ് അഭിഷേകമാക്കി കളയും. അതാണ് കൃപയെന്ന് പറയുന്നത്. മക്കളെ കിട്ടുകയാണെങ്കിൽ അത് അനുഗ്രഹം. മക്കളെ കിട്ടാതെ ആന്തരികമായ അനുഭൂതി അനുഭവിച്ച് ശക്തി, ആ വിഷമമില്ല. ഇപ്പം അങ്ങനെ ആ വിഷമമില്ല. ഈശോയുടെ ഇഷ്ടം പോലെ നിറയട്ടെ. അമ്മയെപ്പോലെ ഞാൻ ദാസിയായി, ഈ ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ ദാസിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ ആന്തരിക ബോധ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അത് കൃപയാണ്. മറ്റത് കൊച്ചിനൊക്കെ അതിനെ കിട്ടുകയാണെങ്കിൽ അത് അനുഗ്രഹമാണ്. ഓരോ വിഷയം അങ്ങനെയാണ്. നമുക്ക് ഫിസിക്കൽ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കൈ കിട്ടുന്നത് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. അതിന് പകരം ആന്തരികമായ ബോധ്യവും ദൈവസന്തോഷവും ആത്മസന്തോഷവും കിട്ടുന്നത് കൃപ. രണ്ടും കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പണ്ട് പല വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ആഗ്രഹപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്ത കാര്യം ഈ ധ്യാനം കഴിയുമ്പോൾ നമുക്ക് ആകുലതയെ അല്ലാതെ വരും. ചെറിയ മുടി കൊഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഭയങ്കരമാണ് ആദ്യമുള്ളപ്പോൾ. ധ്യാനം കഴിയുമ്പോൾ മുടി ഉണ്ടാകുന്നതിന് തിരക്കത്തില്ല. അത് ചിലപ്പോഴും മുമ്പത്തേക്കാൾ നല്ലവണ്ണം ഉണ്ടായി വരികയും ചെയ്യും. അതുണ്ടായാലും ഒരു പ്രത്യേകിച്ച് സന്തോഷമില്ല, ഇല്ലെങ്കിലും സന്തോഷക്കുറവില്ല. അതിനാണ് കൃപയെന്ന് പറയുന്നത്. അഭിഷേകമാണ് അവിടെ. നമ്മുടെ ഇല്ലായ്മകളുടെ പേര് ദൈവത്തിൻ്റെ ഉള്ളായ്മ അഭിഷേകമായി വരും. കർത്താവ് തന്നെ എല്ലാ അനുഗ്രഹത്തിനും കൈയടിച്ച് കർത്താവ് നന്ദി പറയുക. നേർച്ച വസ്തുക്കൾ എടുത്ത് കയ്യിൽ വെക്കേണ്ട സമയമാണിത്. അമ്മ തെരേസയും മരിയൻ തെരേസയും പോലെ കുരിശ് കയ്യിലെടുത്ത് എപ്പോഴും ചുംബിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കുരിശടക്ക് ചുംബിക്കുന്ന സ്ത്രീയാണ്. അവിടെ കുരിശെല്ലാം കൃപയായി കർത്താവ് അവരെ നിലനിർപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കുന്ന സന്ദേശമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്.
അനുഗ്രഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ വിദേശ ജോലിക്ക് വിമാന ടിക്കറ്റ് പെൻഡിങ് ഉള്ളവരെ ആ പെൻഡിങ് മാറ്റിയ മെസ്സേജ് ഉണ്ടായിരുന്നു. പല പല ആരാധനാ കേന്ദ്രങ്ങളിലെ പല പല കാര്യത്തിന് വേണ്ടി മനസ്സ് വിഘടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആന്തരിക ബോധ്യത്തിൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കൃപ നിലനിൽക്കാനും കൃപ തെളിച്ച് കിട്ടാനുമുള്ള അഭിഷേകത്തെ കിട്ടിയ കൃപ തെളിച്ച് കിട്ടാനുള്ള മാർഗം അച്ഛൻ നേരത്തെ പറഞ്ഞു. അത് പ്രേക്ഷിത പ്രവർത്തനം മാത്രമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അത് മാത്രമാണ് കൃപ തെളിച്ച് കിട്ടാനും ഉള്ള കൃപ ഡെവലപ്പ് ചെയ്ത് ഇരട്ടി കിട്ടാനായിട്ടുള്ള മാർഗം. കാര്യം കൃപ അധ്വാനിക്കാനുള്ളതാണ്. 14:26 നടപടി പുസ്തകം അനുസരിച്ച് കൃപ അധ്വാനിക്കാനുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവർക്കാണ് കൃപ. ആ നിത്യതയുള്ള ദൈവത്തിൻ്റെ ശക്തിയായി വന്നുകയും നിങ്ങളുടെ ആത്മാവിനെ ഈശോയോട് ഒരു മഹത്വപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും അനുഗ്രഹ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത്. മെഴുതിരി നമ്മൾ അവസാനം വെഞ്ചരിക്കും, പത്രവും വെഞ്ചരിക്കും. പത്രമൊക്കെ വാങ്ങിച്ചിട്ട് അത് നിങ്ങൾ ഒരു കോപ്പി 2 കോപ്പി മേടിക്കുകയല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് കർത്താവ് കൃപാസനത്തിൻ്റെ ഈ ദൈവപത്രം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈപോലെയാണത്. അതുകൊണ്ടാണ് അത് തൊടുമ്പോൾ സുഖപ്പെട്ടിരുന്ന ആൾക്കാർ സാക്ഷ്യം പറയണത്. അത് വായിച്ച് വിശ്വാസം വർദ്ധിക്കും. നിങ്ങളത് വായിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അതൊക്കെ പ്രേക്ഷിത വേലയാണ്. എല്ലാ മാസവും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി. ഞങ്ങളുടെ വിശുദ്ധ രക്തത്താൽ തിരിയും തേനും ഉപ്പും കാശരവും എല്ലാം ആശീർവദിക്കണമേ. പത്രങ്ങളെ ആശീർവദിക്കണമേ. ശ്രുതികട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, the fire finger, soak with the precious Spirit, Lord, infuse His Spirit, the Catholic Church, the power of Jesus Christ, with the medicine of Holy Priesthood. I bless her. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കർത്താവിനെ ആശീർവദിക്കും. സമാപന ആശീർവാദം നിറച്ച സ്വതവരെ തന്നെ പിടിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്